നമ്മുടെ ജർമ്മനിന്റെ ആളാണ്. ജർമ്മനി പ്രാവശ്യം കപ്പടിക്കും തീർച്ചയായും. കുട്ടികളുടെ ആവേശം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവരുടെ നാടുകളെ നമ്മൾ ഇത്രയും ആഘോഷമാക്കി ബ്ലാത്തൂരിൽ റെഡ് സ്റ്റാർ ബ്ലാത്തൂരിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലോകകപ്പ് വിളംബര ജാഥ ആവേശകരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് ഫുട്ബോൾ ആരാധകരും യുവാക്കളും കുട്ടികളും ജാഥയിൽ അണിനിരന്ന് പ്രദേശത്തെ ആഘോഷാന്തരീക്ഷത്തിലേക്ക് നയിക്കുകയാണ്. വിവിധ രാജ്യങ്ങളുടെ പതാകകളും ബാനറുകളും ഉയർത്തിപ്പിടിച്ചാണ് പങ്കാളികൾ ജാഥയിൽ പങ്കെടുക്കുന്നത്. ലോകകപ്പ് മത്സരങ്ങളുടെ വരവറിയിച്ച് ജനങ്ങൾ ആവേശം സൃഷ്ടിക്കുന്ന ലക്ഷ്യത്തോടെയാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രധാന റോഡുകളിലൂടെ പോകുന്ന ജാഥ കാണാൻ നിരവധി നാട്ടുകാർ വഴിയോരങ്ങളിൽ ഒത്തുകൂടിയിട്ടുണ്ട്. ആഘോഷ മുദ്രാവാക്യങ്ങളും ഫുട്ബോൾ പ്രേമികളുടെ ആവേശവും ബ്ലാത്തൂരിലെ അന്തരീക്ഷത്തെ കൂടുതൽ സജീവമാക്കുകയാണ്. കുടുംബങ്ങളോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പമുള്ള നിരവധി പേർ ജാഥയിൽ പങ്കാളികളായതോടെ പരിപാടിക്ക് ജനകീയ സ്വഭാവം കൈവന്നിട്ടുണ്ട്. ലോകകപ്പ് ആവേശം ഗ്രാമത്തിന്റെ ഓരോ കോണിലേക്കും എത്തിക്കുന്ന തരത്തിൽ റെഡ് സ്റ്റാർ ബ്ലാത്തൂർ ഒരുക്കിയ ഈ വിളംബര ജാഥ ശ്രദ്ധേയമായി മുന്നേറുകയാണ്. ജാഥയുടെ ഭാഗമായി പ്രദേശത്ത് ഫുട്ബോൾ ആരാധകർ തമ്മിലുള്ള സൗഹൃദവും കായിക മനോഭാവവും പ്രകടമാകുന്ന രീതിയിൽ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ബ്ലാത്തൂരിന്റെ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടുള്ള ആവേശമാണ് ഈ പുറകെ കാണുന്നത്. എല്ലാവരും ആവേശത്തിലാണ്. വേൾഡ് കപ്പ് ഒരു രാജ്യത്തിന്റെ മാത്രം കളിയല്ല, ഒരു ഗ്രാമപ്രദേശത്തിലും ഓരോ ഗ്രാമപ്രദേശവും ഉറ്റുനോക്കുന്നത് ഇവരുടെ ഈ ഒരു ആവേശം തന്നെയാണ്. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും ആവേശത്തോടു കൂടിയാണ് ഓരോ ടീമുകളും അവരുടെ ടീമുകളുടെ പതാക ഉയർത്തി അവരുടെ ആഘോഷം കാണുന്നത്. അവരുടെ ആ ഒരു ആവേശം നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഏറ്റവും വലിയ ബ്ലാത്തൂർ ഒരു ഗ്രാമം വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ഫുട്ബോളിനെ പ്രണയിക്കുന്ന ആളുകളാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവരുടെ ആവേശം കണ്ടാൽ മനസ്സിലാകും അത്രത്തോളം ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകളാണ് ഈ ബ്ലാത്തൂരിൽ ഉള്ളതെന്ന് ഈ ഒരു ആവേശം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ ജർമ്മനിന്റെ ആളാണ്. ജർമ്മനി പ്രാവശ്യം കപ്പടിക്കും തീർച്ചയായും. എല്ലാവരും വരവേൽക്കുന്നു. എല്ലാവരും ആവേശമാണ്. ഇവിടെ ജാതി മത വർഗ ഭേദമന്യേ എല്ലാവരും ഓരോ രീതിയിലാണ് ഈ ആവേശം ഉൾക്കൊള്ളുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുട്ടികളടക്കമുണ്ട്. നമുക്കിതാ ഇവിടെ സംസാരിക്കാൻ പറ്റും. അങ്ങനെ ആവേശം കുട്ടികളുടെ ആവേശം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവരുടെ നാടുകളെ നമ്മൾ ഇത്രയും ആഘോഷമാക്കി ഏറ്റവും കൂടുതൽ ഉള്ളത് ഒരു പരിപാടി ക്രോഡീകരിച്ചത് നമ്മളെ ഇവരാണെന്ന് ചോദ്യം തെറ്റാണ്. ബ്ലാത്തൂരിനെ കഴിഞ്ഞ ഒരു 26 വർഷമായി വന്നിട്ടുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക സംഘടന കലാകായിക മേഖലയിൽ എല്ലാ വർഷവും നന്നായി ഇടപെടുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ലോകത്തിനകത്ത് അതിരുകളില്ലാതെ വേർതിരിവില്ലാതെ
എല്ലാവരെയും കോർത്തിണച്ച് സംഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു കായിക മാമാങ്കം ഫുട്ബോൾ എന്നുള്ളത്. അതിന്റെ വേൾഡ് കപ്പിന് ലോകം ഒരുക്കുന്ന സമയത്ത് അത് നമ്മുടെ നാടിനകത്ത് എല്ലാ ചെറുപ്പക്കാരെയും എല്ലാ മുഴുവൻ ജനങ്ങളെ അതിന്റെ ഭാഗമാക്കുന്ന റെഡ് സ്റ്റാർ ഉദ്ദേശിക്കുന്ന ഭാഗമായിട്ട് ഇത്തരൊരു വിളംബരം അത് സംഘടിപ്പിക്കുന്നത്. അത് ബ്ലാത്തൂറിനകത്തെ എല്ലാ ജാതി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മുഴുവൻ ആളുകളെയും ഈ സാംസ്കാരിക മാമാങ്കത്തിനകത്ത് കായിക മാമാങ്കത്തിൽ പങ്കാളിപ്പിക്കാൻ പറ്റുന്നുള്ളത് കഴിഞ്ഞ ബ്ലാത്തൂറിനകത്ത് സാംസ്കാരിക സംഘടന റെഡ് സ്റ്റാർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. തുടർന്ന് ഇത്തരം പരിപാടികൾക്ക് റെഡ് സ്റ്റാർ എല്ലാ നേതൃത്വവും കൊടുക്കും. ഒരു നാടിന്റെ കൂട്ടായ്മയാണ് ഒരു ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അത് വികാരമാണ്. ആ വികാരത്തെയാണ് ഇത്രയും മനോഹരമായിട്ട് എല്ലാവരും ജാതിമത വർഗ ഭേദമന്യേ കുട്ടികളെന്നില്ല, യുവാക്കളെന്നില്ല, സ്ത്രീകളെന്നില്ല, എല്ലാവരും ഒരുമിച്ച് ഒരു പരിപാടി നടത്തുക എന്ന് പറഞ്ഞാൽ അത് ബ്ലാത്തൂരിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത്രയും മനോഹരമായിട്ട് ലോകകപ്പ് വരവേക്കുന്ന ഒരു സ്ഥലം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും.